കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 5 എപ്പിസോഡ് 8 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ ജെജൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ സീസൺ 3 കാണാൻ നേരത്ത് നിങ്ങൾക്ക് ശരിക്കും ഡൗട്ട് വരും. അത് ആ കള്ളിങ് ഗെയിംസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ പറ്റിയാണ്. അതെന്തായാലും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇവിടെ ഐബണിൽ കൊടുത്തേക്കാം. എന്തായാലും കയറുന്ന ചെക്കൗട്ട് ചെയ്തേക്ക്. അങ്ങനെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മുടെ ആർത്തറും ഓൾഫ്രഡും മിക്കയും കൂടെ നോർത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇരുട്ടായി. അന്നത്തെ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ മിക്ക ചോദിക്കുന്നുണ്ട്, എന്തേ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാലോ? പക്ഷേ ആർത്തർ പറയും ചെയ്യും, വേണ്ട, നമുക്ക് ഇനി മുന്നിലേക്ക് പോകാം. പക്ഷേ അത് കേട്ടതും സിൽവി ഉച്ചത്തിൽ ഒന്ന് അലറാൻ തുടങ്ങി. എന്നിട്ട് അവരെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തർ പറയും ചെയ്യും, അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം എൻ്റെ ഇഞ്ചുറീസ് ഒക്കെ ഉള്ള കാരണമല്ലേ, ഇന്നെന്തായാലും ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അങ്ങനെ ആ കാടിൻ്റെ അകത്ത് അവരുടെ ചെറിയൊരു ടെമ്പററി ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആർത്തറാട്ടെ അവിടെ ഇരുന്നോണ്ട് മെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. പെട്ടെന്നായിരുന്നു ആർത്തർ ഒന്ന് കണ്ണു തുറന്നു നോക്കാൻ നേരത്ത് മിക്കനെ കണ്ടത്. അവനാട്ടെ ഞെട്ടിപ്പോയി. മിക്ക സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഇത് ഫെൽ ചെയ്യുന്നത്. എന്താണ് ഈ പറഞ്ഞത്? അവൾ പറഞ്ഞു വന്നത് നിന്റെ റിഫൈൻമെന്റ് പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പാരന്റ്ലി ഇങ്ങനെയല്ല ഒരാളുടെ റിഫൈൻമെന്റ് പ്രോസസ്സ് നടക്കാറ്. അത് ശരിയാണ്, നീ ഇത് ചെയ്യാൻ നേരത്ത് മിക്കയുടെ ബോഡി നിന്റെ അടുത്തേക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതാരും എനിക്ക് ഇതിനു മുമ്പ് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു കോഡർ എലമെന്റ് ആയതുകൊണ്ടാണോ? എന്ത് കോഡർ എലമെന്റോ? പറയാൻ പറ്റത്തില്ല. ഇത്ര യങ് ഏജിൽ തന്നെ നീ ഒരു ലാൻസ് ആയതല്ലേ. അതുകൊള്ളാം. അവൻ ഇപ്പോഴും ഇരുന്ന് ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, നിനക്കപ്പോൾ എല്ലാ എലമെന്റ്സും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആർത്തർ, നീ ഉത്തരം പറയാൻ നിർത്ത്, സൂക്ഷിച്ച് പറയണം കേട്ടോ. എനിക്കറിയാം. എല്ലാ എലമെന്റ്സൊന്നും പറ്റത്തില്ല. ഗ്രാവിറ്റി ഒന്ന് മാസ്റ്റർ ചെയ്താൽ കൊള്ളുന്നുണ്ട്. കാര്യം നമുക്ക് പറക്കാനുള്ള എബിലിറ്റി കിട്ടുമല്ലോ. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള മറ്റ് എലമെന്റ്സും കാണുമല്ലോ. തീർച്ചയായും ഉണ്ട്. അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, മിക്ക നിന്നെ പഠിപ്പിച്ചു തരാം ഗ്രാവിറ്റി എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന്. എനിക്കധികം കോൺഫിഡൻസ് വരുന്നില്ല. എടാ, വലിയ കാര്യമൊന്നുമില്ല. നീ നേരെ ചിന്തിച്ചാൽ മതി. ഈ ലോകം തലകീഴായിട്ട് നിൽക്കുന്നു, എന്നിട്ട് നീ അവിടെ പിടിച്ച് മുന്നിലേക്ക് പോകുന്നു. ഇത്രമാത്രം നീ ചിന്തിച്ചാൽ മതി. അതുകൊള്ളാം. നീ പറയുന്ന പോലെ അത് അത്ര എളുപ്പമല്ലെന്ന് അറിയാലോ. ഈ എർത്ത് ബോൺസ് എന്ന് പറഞ്ഞത് ഡോബ്സിന്റെ ഒരു പഴയ ലൈനിൽ നിന്ന് വരുന്ന കോഞ്ചേഴ്സ് ആണ്. ആൻഡ് അവരിൽ തന്നെ ഇവൾ ശരിക്കും ഒരു ജീനിയസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവൾ മാജിക് പഠിച്ചത് പ്യൂർ ഇന്റൻഷൻസ് കൊണ്ട് മാത്രമാണ്. അവൾ മാനിപ്പുലേഷൻ പഠിച്ചിട്ടില്ല, ഒരു കോപ്പും പഠിച്ചിട്ടില്ല. എർത്ത് ബോൺ, ഞാനിതിനു മുമ്പ് അതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അവളുടെ ആൻസിസ്റ്റർ ഒരു എർത്ത് ബോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ശരിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഡോബ്സിന്റെ അല്ലേ? പവർഫുള്ള ഇൻഫ്ലുവൻസ് ഉള്ള. ഞാൻ ഒരിക്കലും ഓർത്തില്ല മിക്കയ്ക്ക് ഇതുപോലൊരു പാസ്റ്റ് ഉണ്ടെന്ന്. എന്തേ, മിക്ക അമേസിംഗ് അല്ലേ? എനിക്കറിയാം മിക്ക നല്ല ബ്യൂട്ടിഫുള്ളും ആണെന്ന്. ഇത്തരം പ്രായമുള്ള നീ ഇങ്ങനെ പറയാൻ പാടണമെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് മിക്ക ചാട്ടി വന്ന് ഓൾഫ്രഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിലും അവനട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പ്രായം എന്നാ, ആർക്കാണ് പ്രായം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവൻ ബ്ലോക്ക് ചെയ്യുന്നിടത്ത് അവിടെ നല്ലൊരു ഫൈറ്റ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ സ്വഭാവം എനിക്കൊരു പെണ്ണ് പോലും കിട്ടാത്തെന്ന് പറഞ്ഞിട്ട് ഓൾഫ്രഡിനെ അവൾ വഴക്ക് പറയുന്നുണ്ട്. നീ ഒരു ലാൻസ് ആയിട്ട് പോലും ഇതേപോലെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, നിന്നെ ആരാണ് ലാൻസ് ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പെട്ടെന്ന് ഇടിവെച്ചപ്പോഴാണ് പെട്ടെന്ന് 2 വെള്ളത്തുള്ളി വന്ന് അവരുടെ മുഖത്ത് വന്ന് വീണത്. രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? അത് ഇനി ഞാൻ വെള്ളം കോരി ഒഴിക്കണ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാൻ ലീക്കാൻ നേരത്ത് ഒരു വിട്രയുടെ എലിമീസ് നമ്മൾ സ്പോട്ട് ചെയ്താൽ എന്ത് ചെയ്യും? അത് ഈ ഓൾഫ്രഡിനോട് പറ, അവൻ കാരണമല്ലേ. അവൻ എന്തിനാണ് എൻ്റെ ഏജ് എടുത്ത് വന്നത്? പിന്നെ കോപ്പാണ് ഒന്ന് പോകുമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും 2 സൈഡിലേക്ക് പോയി അവരുടേതായ രീതിയിൽ വീടും കെട്ടി അവിടെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തർ പറയും ചെയ്യും, ഡിക്കാത്തനിലെ ഏറ്റവും പവർഫുള്ളായ 2 ആൾക്കാരാണ് ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്, അതും പിള്ളേരെ പോലെ. അങ്ങനെ പിറ്റേ ദിവസമായി ആർത്തർ എഴുന്നേറ്റിട്ടുണ്ട്. അല്ല, ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് നിനക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ കാണുമല്ലോ ഈ റിട്ടേൺ സിന്ധിനെ ഫൈൻ ചെയ്യാനായിട്ട്. പിന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ കയ്യിലിരുന്ന ആ കോട്ട് താഴത്തേക്ക് ഇട്ടിട്ട് അതിനെ ചവിട്ടുന്നുണ്ട്. അല്ല, ഇത് നീ എന്തായാലും ധരിച്ചോ? ഇടാനോ? നീ ചവിട്ടിയതല്ലേ? അതാണ് നമ്മുടെ പോയിന്റ്. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒത്തിരിയധികം സ്ലേവ്സ് ഉണ്ട്. ആൻഡ് ഞങ്ങൾ നിന്റെ സ്ലേവ്സ് ആയിരിക്കും. സ്ലേവ്സോ? നമ്മളോ? അതെ. ആൻഡ് ഓൾഫ്രഡ്, നീ ആയിരിക്കും ഞങ്ങളുടെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആർത്തർ അവൻ്റെ പഴയ ആ ഒരു മാസ്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ വീണ്ടും പറക്കുന്നതാണ്. അല്ല, നീ അവിടെ താഴെ എന്ത് ചെയ്യുവാണ്? ഈ മാസ്ക് പൊട്ടിയിരിക്കുമല്ലായിരുന്നോ? അത് ഞാൻ റെഡിയാക്കുവാണ്. എൻ്റെ കയ്യിലാട്ടെ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ടായിരുന്നു. അത് കൊള്ളാം. പിന്നൊരു കാര്യം, ഈ വാലി കഴിയുന്നിടത്ത് നമുക്ക് താഴ്ത്തിറങ്ങണം, എന്നിട്ട് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അവർക്ക് നമ്മുടെ എനിമിക്ക് നന്നായിട്ട് മാനിഫ്ലക്ച്വേഷൻസ് ഒക്കെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും, വളരെ ദൂരത്ത് നിന്ന് തന്നെ. സോ നമ്മുടെ മാനെ മാക്സിമം മിനിമത്തിലേക്ക് എത്തിച്ചിരിക്കണം. നമ്മൾ പോകുന്ന സ്ഥലത്ത് ആരും എന്തായാലും ലാൻസിനെ അന്വേഷിച്ച് വഴുതില്ല. അവിടെ ആട്ടെ കുറച്ചധികം അഡ്വഞ്ചേഴ്സ്, അതിൽ മിക്കവരും മാസ്ക് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് നോബിൾസും അവരുടെ സ്ലേവ്സും മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ വെച്ചായിരിക്കണം
നിന്നായിരിക്കണം നിനക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത്. അല്ല ആർത്തർ, ഇവരെങ്ങാനും നിന്നെ വിക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം മിക്കയും ഓൾഫ്രഡ് രണ്ടുപേരും ട്രേറ്റേഴ്സ് ആണെങ്കിലോ? അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ പൊസിഷനിലെ റിവീൽ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എസ്കേപ്പ് ചെയ്തേക്കാം. എന്തായാലും ആ സ്ഥിതിക്കാണെങ്കിലും വിരിയൻ മറ്റു ലാൻസിനെ നമ്മുടെ പുറകെ വിട്ടിട്ടുണ്ടല്ലോ. അവൾ ലാൻസ് തന്നെയാണോ? എനിക്ക് അവളുടെ പ്രസൻസ് ഒന്ന് സെൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് അവളുടെ എബിലിറ്റി കൂടിയാണ്. ബാക്കിയുള്ളവരെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് അവളുടെ ഒരു ഇത് അവൾക്ക് നന്നായിട്ട് തന്നെ മറച്ചു വെക്കാൻ സാധിക്കും. അങ്ങനെ അവർ നടന്നു ഒരു പുഴയുടെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനി വേണം നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞ് അവിടെയുള്ള കുറേ മണ്ണൊക്കെ എടുത്ത് ആർത്തർ തലയിലും പിന്നെ അവിടെ താഴെ കിടന്ന മണ്ണൊക്കെ എടുത്ത് മോന്തൊക്കെ ശരീരത്തൊക്കെ തേക്കുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് സിലിവിന്ന് ചിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ഓന്നേരെ കുറച്ച് മണ്ണെടുക്കും. അല്ല എന്തേ, നമുക്ക് മാറാൻ ടൈം ആയി കേട്ടോ. ഒരു സ്ലേവ് എന്ന് പറയുന്നിടത്ത് ഇത്ര വൃത്തിയായിട്ടൊന്നും ഇരിക്കലെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരെണ്ണം എടുത്ത് നമ്മുടെ മിക്കയുടെ നേരെ എറിയുന്നുണ്ടെങ്കിൽ മിക്ക അത് ഡോഡ് ചെയ്ത് മാറിയിട്ട് പറയും എനിക്ക് വേണ്ട. പക്ഷേ ആർത്തർ വീഴുമോ? ആർത്തർ കുറേയധികം മണ്ണ് പരിയേറിയും അവളെല്ലാം ഡോഡ് ചെയ്യും. ലാസ്റ്റ് അവനെ പോയി മണ്ണി പൊത്തുന്നുണ്ട്. മിക്കയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മിക്കയ്ക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അല്ല, മിക്ക മാസ്റ്ററായി പോയിരുന്നോ? ഇവൻ എന്തായാലും സ്ലേവ് ആയിരുന്നല്ലോ. അതുകൊള്ളാം, നിന്നെ കാണാൻ ഒരു മിഡിൽ ഏജ് സ്കോളറിനെ പോലെയാണ്. എന്നിട്ട് നീ മാസ്റ്റർ ആകാനെന്ന് പറഞ്ഞിട്ട് അവർ നടന്ന് ആ ഒരു മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ആർത്തർ അങ്ങനെ റോഡിലെത്തിയിട്ടുണ്ട്. സോ ഇനി എന്താണ് പ്ലാൻ? റോഡ് ഫോളോ ചെയ്ത് ഏറ്റവും നിയറസ്റ്റ് ടൗണിലേക്ക് എത്തിക്കണം. അയ്യോ, അപ്പോൾ ഇനി നടക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ദൂരെ നിന്ന് ഒരു കാരവൻ അവിടേക്ക് വന്നത്. എന്തുപറ്റി? വഴി തെറ്റിയോ? അതെ, ഞാനും എൻ്റെ സ്ലേവ്സും നോർത്തിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ക്യാരേജ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. ബാൻഡിറ്റ്സ് എൻ്റെ ഒരു സ്ലേവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ മാസ്കോ എൻ്റെ ഫാദർ തന്നതാണത്. ഈ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ എൻ്റെ ഫേസ് ആരും കാണാതിരിക്കാനായിട്ട്. അത് കൊള്ളാം, ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ നിനക്ക് കയ്യിൽ ഒന്നും പോലും ഇല്ല, എന്നിട്ടും നീ ഞങ്ങൾക്ക് വന്നിരിക്കണം. എന്തായാലും കാരേജിൽ എന്തായാലും നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഭയങ്കര വെയിറ്റ് ഉണ്ട്. പോകരുത്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കാണിക്കുന്നുണ്ട്. പൈസ ഉണ്ടല്ലേ, എങ്കിൽ കയറിക്കോ, ഒരു കുഴപ്പമില്ല. ഇത് കയർത്ത് അവർ ഹാപ്പി. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡ് പുള്ളിക്കാരൻ പറയും ചെയ്യും, പക്ഷെ നിന്റെ സ്ലേവ്സിനെ ഞാൻ കേട്ടത്തില്ല, അവർ നടക്കണം. ഇത് കേട്ടപ്പോൾ മിക്കടെ കിളിയും പോയി. ആ കിളവനെ മിക്ക ഉറപ്പായിട്ടും കൊല്ലും. ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. എന്തായാലും അടുത്ത ടൗൺ ഇവിടുന്ന് 1.5 മണിക്കൂർ നടന്നാൽ മാത്രം മതി. അല്ല, നിനക്ക് ഈ സ്ഥലമൊക്കെ നന്നിട്ട് തന്നെ അറിയാമല്ലോ. തീർച്ചയായും ഇത് ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആർത്തർ കുറച്ച് സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇതെൻ്റെ ഹോം ടൗൺ അല്ലേ, ഞാൻ ശരിക്കും കുറച്ചധികം നാളായി. പക്ഷേ ആ സ്ഥലം പണ്ടത്തെ പോലെയൊന്നും അല്ലായിരുന്നു. ഈ സമയത്ത് തന്നെ സിൽവി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെയാണോ വളർന്നത്? അതെ, പക്ഷേ ആഷ്ബർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ടിരുന്നത്. അങ്ങനെ അവർ നടന്ന് ഒരു പബ്ബിൻ്റെ അടുത്തേക്ക് എത്തി. ഏകദേശം അതിൻ്റെ അകത്ത് 40 പേരോളം ഉണ്ട്. ഇല്ല, മിക്ക 43 പേരെ സെൻസ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ മാനെ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്? വീട്ടിലെങ്ങാനും അടുത്തുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളെ സെൻസ് ചെയ്യുന്നതായിരിക്കും. നീ പേടിക്കണ്ട, ഇത് മാനെ യൂസ് ചെയ്തല്ല സെൻസ് ചെയ്യുന്നത്. നീ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. മിക്കയ്ക്ക് അങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള പലരും സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൊള്ളാലോ. കോപ്പ് അതൊട്ടും നല്ലതല്ല. അവരെങ്ങനെ ആരെയും സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാൻ എല്ലാം പൊളിയുന്നതാണ്. പിന്നൊരു കാര്യം, ഇവിടെയുള്ള ആരെയും മുട്ടാൻ നിൽക്കണ്ട. അവരെങ്ങനെ മുട്ടിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ വഴക്കെടുന്ന ടീമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആ ബാറിലേക്ക് കയറിയിട്ടുണ്ട്. വന്നിരുന്നപ്പോൾ തന്നെ അവനെ ക്ഷണിക്കാനായിട്ട് ഒരു പെൺകൊച്ചും എത്തി. അല്ല, ഇന്ന് രാത്രി നിനക്ക് എന്താണ് വേണ്ടത്? 3 കപ്പ് കോൾഡ് ഏലി വേണം. അത് മാത്രമല്ല ബ്രെഡും സ്റ്റൂവും എല്ലാം എടുത്തോ. അത്രയുള്ളോ? ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയും ചെയ്യും. കാണിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? നീ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു. സത്യം പറഞ്ഞാൽ പെൺപിള്ളേർക്ക് മസ്കുലറായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഈ സമയത്ത് തന്നെ അവിടെ ഭയങ്കര വെള്ളമടിയും പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആർത്തർ ആ കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ദൂരത്ത് നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുവാണ്. നീ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഓൾഫ്രഡ് പറയും ചെയ്യും, എനിക്കിനിയും 2 പ്ലേറ്റ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 മഗ് നമ്മുടെ സ്ലേവ്സ് ആയിട്ടുള്ള ആർത്തറിന് മിക്കയ്ക്കും കൊടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ മിക്ക വാരി വലിച്ച് കുടിച്ചിട്ട് പറയും ചെയ്യും, ഇത് ശരിക്കും ചീപ്പാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അടുത്തേക്ക് ആൾ വരുന്നുണ്ട്, സൂക്ഷിച്ച്. ആ സമയത്ത് 2 പേർ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അല്ല, നിന്റെ സ്ലേവ്സിനെ ഇങ്ങനെ സ്പോയിൽ ചെയ്യണത് അതത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ സ്ലേവ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അധികാരം? അയ്യോ, ഞങ്ങൾ ഒരിക്കലും വഴക്കിടാൻ വന്നതല്ല. ഞങ്ങൾ താങ്കളെ വെൽക്കം ചെയ്തിട്ട് വന്നതാണ്. താങ്കൾക്ക് എന്തായാലും ഞങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവരെ പോലെയല്ല, ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ കുറച്ചധികം സ്ലേവ്സ് ഉണ്ട്. ചിലപ്പോൾ താങ്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. എനിക്കൊരു താല്പര്യമില്ല. അല്ല, താങ്കൾക്ക് സ്ലേവ്സ് ആയിട്ട് മാത്രമുണ്ടെങ്കിൽ മറ്റേ പരിപാടിക്കും ഇവിടെ ആളുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന ആർത്തറും മിക്കയും ഒന്നും മിണ്ടാതെ അവരുടെ ദേഷ്യം കട്ടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുവാണ്. അപ്പോഴാണ് അവൻ പറയുന്നത്, അല്ല, താങ്കൾക്ക് മനുഷ്യരെ വേണ്ടെങ്കിൽ അവരും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഡോഫ്സും എൽഫ്സും. ഇത് കേട്ടപ്പോൾ ഓൾഫ്രഡ് തൻ്റെ ദേഷ്യമൊക്കെ കടിച്ചു പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്,
ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ സ്ലേവറി ബാൻഡ് ആണെന്നാണ്. ആ, അത് ബാൻഡാണ്. പക്ഷേ അതിന് നല്ല കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അത് കുറച്ച് റിസ്ക്കിയുള്ള പരിപാടി ആയതുകൊണ്ട്. ഈ സമയത്താണ് നമ്മുടെ സിൽവി ചോദിക്കുന്നത്, അല്ല ഈ എൽസിനും ബാക്കിയുള്ളവർക്കും എന്താണ് ഇത്ര ഡിമാൻഡ് ഉള്ളത്? അത് ഡിമാൻഡ് ഉള്ളതുകൊണ്ടല്ല, അത് ഇന്റർ ബ്രീഡ് ആയതുകൊണ്ടാണ്. ഈ ഇന്റർ ബ്രീഡിന് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ട് മാജിക്കിലൊക്കെ. നിനക്ക് ലൂക്കസിന് ഓർമ്മയില്ലേ, അവൻ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഈ കിങ്ഡത്തിൻ്റെ ചുറ്റും അത്യാവശ്യം ഡിഫെൻസീവുള്ള എലമെൻസ് ഒക്കെ ഉള്ളത് കാരണം എൽസിനെ ഡാഫ്സിനെ കിട്ടാനായിട്ട് ശരിക്കും പാടാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയധികം റെയർ ആയിട്ടുള്ളത്. ആൻഡ് ഇവർ പറഞ്ഞു വരുന്നത് ഇവരുടെ മൾട്ടിപ്പിൾ അല്ല ഡോഫ്സും എൽസും ഉണ്ടെന്നല്ലേ. ആ, നിങ്ങൾ പറഞ്ഞത് നന്നായി. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ ഓഫറിൽ കുറച്ച് ക്യൂരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഓൾഫ്രഡിന് ശരിക്കും ദേഷ്യം വന്നുകൊണ്ടാണ് ഈ ഒരു കിട്ടിലൻ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.